ആർ അജിത് കുമാറിനെ സർക്കാർ പരമാവധി നല്ല വഴിക്ക് നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം തന്നെ സർക്കാർ നടത്തി. പക്ഷേ പല ഘട്ടങ്ങളിലും ആർ അജിത് കുമാറിൻ്റെ പെരുമാറ്റങ്ങൾ, ആർ അജിത് കുമാറിൻ്റെ രീതികളെല്ലാം സർക്കാരിന് പോലും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ പറ്റാത്ത വിധത്തിലായി എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണല്ലോ DGP ആവാൻ വേണ്ടി ഒരാഴ്ച മാത്രം ബാക്കിയുള്ള ഘട്ടത്തിൽ ഈ DGP ആകാൻ വേണ്ടി എല്ലാ പേപ്പറുകളും കാര്യങ്ങളും എല്ലാം മുന്നോട്ട് നീക്കിക്കൊണ്ടിരുന്ന ആർ അജിത് കുമാറിന് ഇടുത്തി പോലെ തൃശ്ശൂരിലെ പൂരം കലക്കൽ റിപ്പോർട്ട് തലയിൽ വന്ന് വീണത്. നമ്മൾ മനസ്സിലാക്കണം, തൃശ്ശൂർ പൂരത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ADGP ആയിട്ടുള്ള ആർ അജിത് കുമാർ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ എത്തിയിട്ട് റൂമിൽ പോയി കിടന്നുറങ്ങുകയാണ്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടിട്ട് പോലീസും അവിടുത്തെ പൂരം നടത്തിപ്പുകാരും ഒക്കെ തമ്മിലുള്ള വിഷയം. ഈ ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥനെ മന്ത്രിയും കളക്ടറും ഒക്കെ മാറി മാറി വിളിക്കുന്നു. അദ്ദേഹം ഫോൺ എടുക്കാൻ തയ്യാറാവുന്നില്ല. പിന്നീട് DGP എന്താണ് വിഷയം എന്നന്വേഷിച്ചപ്പോൾ സർ ഞാൻ ഉറങ്ങിപ്പോയതാണ് എന്ന് മറുപടി നൽകുക. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇത്ര ഗൗരവകരമായ ഒരു വിഷയം നടക്കുമ്പോൾ ഉറങ്ങിപ്പോയി എന്ന് വളരെ ലാഘവത്തോടു കൂടി മറുപടി കൊടുക്കുന്നത്. ഇദ്ദേഹത്തിന് ഇതിലും ഭീകരമായ വലിയൊരു കുറ്റകൃത്യം നടക്കുന്നൊരു സ്ഥലത്തേക്ക് ഡ്യൂട്ടിക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഇയാൾ അവിടെയും പോയി കിടന്നുറങ്ങും. അപ്പോൾ കൃത്യമായിട്ട് പോലീസ് സേനയ്ക്ക് ഒരു നിയന്ത്രണം വേണ്ട, അല്ലെങ്കിൽ പോലീസ് സേനയെ കൃത്യമായിട്ട് നിയോഗിക്കേണ്ട ഒരു സാഹചര്യത്തിൽ അതിന് നിയോഗിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പോയി കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ സേന തലവനില്ലാതെ അവർക്ക് തോന്നിയതുപോലൊക്കെ ചെയ്യും. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു പോലീസുകാരൻ്റെ ഭാഗത്ത് നിന്നൊരു വീഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സർക്കാർ പ്രതിസന്ധിയിലാവും. സർക്കാർ തന്നെ ചിലപ്പോൾ താഴെ പോകുന്ന സാഹചര്യത്തിലേക്ക് വരും. അപ്പോൾ ഇത്തരത്തിൽ നിരുത്തരവാദപരമായിട്ട് പെരുമാറുന്ന ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ സേനയിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റി നിർത്തിയിട്ട് വല്ല ക്യാൻറ്റീൻ്റെ ചുമതലയോ അല്ലെങ്കിൽ അതുപോലുള്ള പോലീസ് സ്റ്റോറിൻ്റെ ചുമതലയോ ഒക്കെ കൊടുത്തിട്ട് മാറ്റി നിർത്തുന്നതായിരിക്കും നല്ലത്. കാരണം ഇവരെ കൊണ്ടൊന്നും ഈ സേനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. കാരണം ഇവർക്കൊന്നും ഉത്തരവാദിത്വം എന്ന് പറയുന്ന സാധനം എന്താണ് എന്നത് അറിയില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ താൻ ചെയ്യുന്നത് എന്താണ് എന്ന് കൃത്യമായിട്ടുള്ള ബോധം ആൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഒന്ന് ട്രാക്ടർ യാത്രയില്ലായിരുന്നു, 2 പൂരത്തിൻ്റെ ഇത്രയും വിഷയം നടക്കുന്ന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങില്ലായിരുന്നു. അത്രയും ഉത്തരവാദിത്തമില്ലാത്ത അജിത് കുമാറിനെതിരെ സർക്കാർ എടുത്ത നടപടി ഉചിതമായൊരു നടപടിയാണ് എന്ന് കരുതുന്നു. എന്തായാലും ഈ വിഷയം സർക്കാർ ഹൈക്കോടതിയെ ഉടൻ തന്നെ അറിയിക്കുന്നതായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.